നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ടാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആ വാഹനം നിർത്തി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായോ എന്ന് ചോദിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? ഇല്ലെങ്കിലാണ് കേസും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നടൻ മണിയൻ പിള്ള രാജുവിൻ്റെ അനുഭവം തന്നെ ഒന്ന് പരിശോധിക്കാം. 2 മാസം മുൻപ് തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ പോയപ്പോൾ രാജു മദ്യപിച്ചിരുന്നോ എന്ന സംശയമുയർന്നു. ഒടുവിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ മദ്യപിച്ചിട്ടില്ലെന്ന് വ്യക്തമായി. ഇതോടെ ആ കേസിൽ മണിയൻ പിള്ള രാജുവിന് ക്ലീൻ ചിറ്റും. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചു. ഫെബ്രുവരി 5 രാത്രിയാണ് തിരുവനന്തപുരത്ത് മണിയൻ പിള്ള രാജുവിന്റെ കാർ ബൈക്കിലിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റത്. വഴുതക്കാടുള്ള ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് മണിയൻ പിള്ള രാജുവിന്റെ കാർ റോഡിലേക്ക് ഇറങ്ങിയവയാണ് ബൈക്കിലിടിച്ചത്. എന്നാൽ അന്ന് മണിയൻ പിള്ള രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. സംഭവം വിവാദമായതോടെ പിറ്റേന്ന് മണിയൻ പിള്ള രാജു നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയുമായിരുന്നു. അറസ്റ്റിന് പിന്നാലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മണിയൻ പിള്ള രാജുവിന്റെ കാർ അമിത വേഗത്തിലല്ലെന്ന് വ്യക്തമായി. പക്ഷേ മദ്യപിച്ചാണോ വണ്ടി ഓടിച്ചതെന്നായിരുന്നു അവശേഷിച്ചിരുന്ന പ്രധാന സംശയം. രാജു അന്നേ അത് നിഷേധിച്ചിരുന്നു. പക്ഷേ രക്തസാമ്പിൾ കെമിക്കൽ ലാബിലേക്ക് അയച്ചുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലീസ് തീരുമാനിച്ചു. 2 മാസത്തിന് ശേഷമെത്തിയ ആ പരിശോധനാ ഫലത്തിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമില്ല. ഇതോടെ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയെന്ന കുറ്റം ഇല്ലാതായി. ഈ കുറ്റം ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.